നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് നികേഷ് സുധീഷിന്റെ രണ്ടാമത്തെ കള്ളത്തരം പൊളിച്ചെടുക്കുകയാണ്. അവ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് നിധിയെ കൂട്ടിക്കൊണ്ടു വന്നു. പിന്നീട് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ഹരീഷുള്ള സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. ചേച്ചി, ഇതെന്റെ വർക്ക്ഷോപ്പ് പോലുമല്ല, ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്ന, അല്ലാതെ സുധീഷ് ഏട്ടൻ പറയുന്ന പോലെ ഞാൻ വലിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊന്നുമല്ല എന്ന് പറയണ വെറും ഒരു മെക്കാനിക്ക് മാത്രമാണ്, അതും ബൈക്ക് വർക്ക്ഷോപ്പിൽ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നിധിക്ക് ഭയങ്കര വിഷമായി. ഹരീഷുള്ള സത്യാവസ്ഥ പറഞ്ഞു. ഹരീഷിന് കള്ളത്തരം പറയുന്നത് ഇഷ്ടമില്ലല്ലോ. ആ സമയത്ത് ചന്തു പോയി സ്വീറ്റ്സും ജ്യൂസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറയാം. ചേച്ചി എന്നാൽ വെച്ചോ, വീട്ടിൽ ചെല്ലുമ്പോൾ കഴിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ സംസാരിച്ചിരുന്നിട്ടാണ് നികേഷും നിധിയും കൂടെ വീട്ടിലേക്ക് പോരുന്നത്. അങ്ങനെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് അങ്ങോട്ട് വന്നു. സുധീഷ് വന്നു കഴിഞ്ഞപ്പോൾ നിധി അവിടെ ഇരിക്കുന്നുണ്ട്. നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഓ എന്തൊരു ചൂടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ നിധി ഒന്നും മിണ്ടിയില്ല. ഓ എന്ത് ചെയ്യാനാ, ഒരു എ സി പിടിപ്പിക്കണോടെ, ഒരു സെൻട്രലൈസ്ഡ് എ സി അങ്ങോട്ട് പിടിപ്പിക്കുവാണെങ്കിലേ ഇവിടെ മൊത്തം നല്ല കൂളിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി ചോദിച്ചു, സെൻട്രലൈസ്ഡ് എ സി ഇവിടെ അല്ലേ എന്ന് ചോദിക്കണം. ഈ കാറ്റും വെളിച്ചോ കയറുന്ന ഇവിടെ സെൻട്രലൈസ്ഡ് എ സി പിടിപ്പിക്കാനായിട്ട്. അത് കേട്ടപ്പം ഒരു നിമിഷം ഒന്ന് സുധീഷ് ഇങ്ങനെ നിധിയെ തന്നെ നോക്കി. അതെ, മോള് മൊത്തം ഓട്ടയുണ്ട്, അതിൽ കൂടെ അത്യാവശ്യം കാറ്റും ഇതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എവിടെ കൊണ്ടേ സെൻട്രലൈസ്ഡ് എ സി പിടിപ്പിക്കാനാണെന്ന് ചോദിച്ചു. അപ്പം അത് വേണ്ടല്ലേ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞങ്ങളിന്ന് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പോയായിരുന്നു പറയണം. അത് കേട്ടപ്പോൾ സുധീഷിനൊരു ഞെട്ടുണ്ടായി. ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോ? അതെ, എന്താ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ഇനിയിപ്പോൾ പുതിയ കള്ളത്തരം എന്ത് പറയണമെന്ന് ആലോചിക്കുമായിരിക്കും അല്ലേ. പുതിയ കള്ളത്തരമൊന്നും മനസ്സിലോർത്ത് ഇനിയിപ്പോൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു സുധീഷേ, എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എങ്ങനെ പറയാൻ തോന്നി ഇങ്ങനെ നുണകളൊക്കെ. ഒരു നുണയാണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അത് പിന്നെ ഞാൻ വേണ്ട ഇനി അതിൻ്റെ പേര് ന്യായീകരിക്കാൻ വരുന്നതായിരിക്കും. കുറേ ന്യായീകരണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിനിയിപ്പോൾ സുധീഷിൻ്റെ ഒരു ന്യായീകരണം കേൾക്കണ്ട. ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് വരിക. ഇനി അവസാനം എന്താവോ ഏതാവൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അത് പിന്നെ ആ സമയത്ത് അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. ആ സമയത്തോ? ഇത് പിടിക്കുന്നോടം വരെ സുധീഷ് കള്ളത്തരമുള്ള പറഞ്ഞുകൊണ്ടിരുന്നേ. ഈ നിമിഷം വരെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഹരീഷ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, എന്നിട്ട് എന്തായി? അത് ഞാൻ ആ സമയത്ത് ഒന്നും മിണ്ടാതിരിക്കുക. എൻ്റെ ദൈവമേ, സുധീഷ് നാണം തോന്നില്ല ഇങ്ങനെയൊക്കെ ഈ കള്ളത്തരം പറയുമ്പോൾ എന്നോട്? ഞാൻ അതിന് മാത്രം എന്ത് കള്ളത്തരം സുധീഷിനോട് പറഞ്ഞിരിക്കുന്നത്? ഞാൻ അങ്ങോട്ട് എന്തേലും പറഞ്ഞിട്ട് തിരിച്ചു പറയുകയാണെങ്കിൽ അതിന് ന്യായമുണ്ട്. ഞാൻ അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിധി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. സുധീഷ് ആകെപ്പാടെ നാണം കിട്ടുപോയി. അങ്ങനെ അന്ന് വൈകുന്നേരമായി. ഭാസ്കരന് ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, സൂപ്പർ സിംഗർ വന്നല്ലോ എന്ന് പറയണം. വന്നു കഴിയുമ്പോഴത്തേനും കയ്യിലൊരു വലിയ കവറൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഇതെന്താ പോലും ഇത് എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷും നിധിയും സുഭാഷൊക്കെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് ഭാസ്കരൻ പോയി ചുറ്റിക ആണിയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. അല്ല, ഇതെന്തിനാ അച്ഛാ ഇതെന്നൊക്കെ ചോദിക്കുകയാണ് സുഭാഷ്. അതൊക്കെ ഉണ്ടാന്ന് പറഞ്ഞു. പിന്നീട് ആ ഭിത്തിയിലേക്ക് ആണി തറയ്ക്കുവാണ്. എന്തിനാ അച്ഛാ ആ ഭിത്തിയെ വെറുതെ ആണിയൊക്കെ തറയ്ക്കുന്നേ? അതൊക്കെ ഉണ്ടടാന്ന് പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു, ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ കവറൊക്കെ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. കല്യാണത്തിൻ്റെ അന്ന് എടുത്ത കുടുംബചിത്രം എല്ലാവരും ഉണ്ട് അതിനകത്ത്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത്. സുധീഷും നിധിയും കല്യാണി വേഷത്തിൽ നിൽക്കുന്നത്. ആ കൂടെ സുഭാഷ്, നികേഷ് എല്ലാവരും ഉണ്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം നിധി ഒന്നും ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ സുഭാഷും. പക്ഷേങ്കിൽ സുധീഷിന് ഭയങ്കര സന്തോഷമായിരുന്നു. സൂപ്പറായിട്ടുണ്ട്, താൻ മനസ്സിലോർത്ത കാര്യമാണ്. പക്ഷെ അച്ഛൻ ഇത് കൊണ്ടുവന്ന് സാധിച്ചിരിക്കുന്നു. അപ്പോഴേക്ക് സുഭാഷ് ചോദിച്ചു, എന്താ അച്ഛാ കാണിക്കണേ? അച്ഛൻ എന്തിനാ ഈ ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് ഈ ഭിത്തിയിൽ തൂക്കണമെന്ന് ചോദിച്ചു. എടാ, കല്യാണം കഴിഞ്ഞു, അവരുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഭിത്തിയെ തൂക്കിയാൽ എന്താടാ? 4 പേര് കാണട്ടെ ഈ വീട്ടിൽ വരുന്നവര്. സുഭാഷ് ചോദിച്ചു, അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഹരീഷ് സുഭാഷിനെ നോക്കുകയാണ്. എന്തായിട്ടാന്ന് ചോദിക്കുക. അത് പിന്നെ നിധിയുടെ മുഖമൊക്കെ ആകെപ്പാടെ മാറിയിരിക്കുന്നുണ്ട്. നിധിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. നിധി പെട്ടെന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് സുധീഷ് നികേഷിൻ്റെ കഴുത്തേൽ തോളത്തിങ്ങനെ കൈയൊക്കെ ഇട്ട് പോയി ആ ഫോട്ടോ എടുത്ത് പോയി നിന്നു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ടാ ചേട്ടനെ കാണാൻ നല്ല ഭംഗിയല്ലേന്ന് ചോദിച്ചു. പിന്നെ ചേട്ടനേക്കാളും നല്ല ഭംഗി കാണാനായിട്ടേ ഏട്ടത്തി അമ്മേനെയാന്ന് പറഞ്ഞു.
നീ പിന്നെ അവളുടെ ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞു. സുധീഷ് ഇങ്ങനെ ആ ഫോട്ടോയൊക്കെ നോക്കി സന്തോഷിച്ച് നിൽക്കുവാണ്. അതേ സമയത്ത് പുറത്ത് വിഷമിച്ച് നിൽക്കുവാണ് നിധിയുടെ അടുത്തേക്ക് സുഭാഷ് വന്നു. സുഭാഷ് വന്നിട്ട് ചോദിച്ചു, നിധി എനിക്കിതൊന്നും അറിയത്തുണ്ടായിരുന്നില്ലെന്ന് പറയണം. എന്നാലും സുഭാഷ് ചേട്ടാ, എല്ലാവരും പറ്റിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന നികേഷും ഹരീഷും അച്ഛനൊക്കെ സത്യങ്ങൾ അറിയും. ഞാനും സുധീഷും തമ്മിലുള്ള വിവാഹം നടന്ന എങ്ങനെയാന്ന് അപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്കൊക്കെ ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും തോന്നുന്നേ? എന്നെക്കുറിച്ച് എത്ര മോശമായ രീതിയിലായിരിക്കും അവർ കരുതുന്നേ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എന്തിനാ സുഭാഷ് ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അത് ഞാൻ പറഞ്ഞിട്ടല്ല പറഞ്ഞല്ലോ. അച്ഛൻ്റെ ഇഷ്ടം നടപ്പാക്കുക. നമ്മൾ അതിനെ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നില്ലേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വീട് വിട്ട് പോകാമെന്ന് വിചാരിച്ചേ. ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് പോകണം. എനിക്ക് വീടെടുത്ത് മാറണം. അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവും. ഞാൻ നിൽക്കുന്നിടത്തോളം ഇനിയിപ്പം ഇവർക്ക് എന്നെ പിരിയാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാണും. അത് നിധി പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. നികേഷിനൊക്കെ ആണെങ്കിൽ നിധി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല. അതും പറഞ്ഞിട്ട് നിധി അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കുമാണ് ഹരീഷ് സുഭാഷിൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നീട് ഹരീഷ് വന്നിട്ട് സുഭാഷിനോട് ചോദിച്ചു, എന്താ ഏട്ടാ ചേട്ടനത് എന്താ പറ്റിയത്? ആ ഫോട്ടോയൊക്കെ അവിടെ തൂക്കണ സമയത്ത് ചേട്ടൻ്റെ മുഖമൊക്കെ എന്താ മാറിയത്? ചേട്ടൻ അത് വേണ്ടാന്ന് പറഞ്ഞ എന്താ? അത് പിന്നെ പൈസ ഇല്ലാത്ത സമയത്തോ അച്ഛൻ കൊണ്ടുവന്ന് ആ ഫോട്ടോയോടെ തൂക്കിയതുകൊണ്ട് ചേട്ടൻ എന്താ കുഴപ്പം? ഞാൻ നേരത്തോട് ശ്രദ്ധിക്കുന്ന സുധീഷിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ചേട്ടന് ദേഷ്യമാണല്ലോ. ചേട്ടൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സുധീഷിനെ നിധിയടുത്തോടെ കല്യാണം കഴിഞ്ഞുകൊണ്ടുള്ള ദേഷ്യമാണോ? അവർ ഒന്നിച്ച് കിടക്കുന്നത് പോലും ഇഷ്ടമില്ല. എന്തൊരു സ്വഭാവമാണ്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല സുഭാഷ് ചേട്ടനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്നേ. അല്ല അത് പിന്നെ ഹരീഷ് വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരോട് എപ്പം നോക്കിയാലും ചേട്ടൻ്റെ ദേഷ്യമാണ്. എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? സുധീഷിന് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അത് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം സുഭാഷ് ചേട്ടനോ അവരെ അകറ്റി നിർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമായി സുഭാഷിന്. എടാ ഹരീഷൻ, ഞാനെങ്ങനെയും ചിന്തിച്ചിട്ടില്ല. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. സുഭാഷേൻ്റെ സംസാരം പ്രവൃത്തിയും തമ്മിൽ യോജിക്കുന്നില്ല. അതും പറഞ്ഞിട്ട് ഹരീഷ് അങ്ങോട്ട് കയറിപ്പോയി. സുഭാഷിന് ഭയങ്കര വിഷമമായി. എങ്ങനെ ഇവനോട് ഈ സത്യങ്ങളൊക്കെ പറയണേ? സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു സുഭാഷിന്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുനന്ദി അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് സുനന്ദിയുടെ അമ്മ വന്നു. അമ്മ വന്നിട്ട് പറഞ്ഞു, എത്ര നാളായി നിന്റെ അച്ഛൻ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന? 2-3 വർഷമായി. അതിൻ്റെ ഇടയ്ക്ക് ഒന്നുപോലും വന്നില്ല. പാവം, നിന്റെ കാര്യം ഓർത്തിട്ടാ ഇനി നിന്നെ കെട്ടിച്ചു വരണ്ടേ. പക്ഷേങ്കിൽ ഇനി വന്നു കഴിഞ്ഞാലും നിന്റെ കല്യാണം കഴിയുമ്പോഴത്തേനും അദ്ദേഹം തിരിച്ചു പോവായിരിക്കും. വീണ്ടും അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടണം. കടങ്ങളൊക്കെ വീട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദി ചോദിച്ചു, അല്ല അച്ഛൻ വരുന്ന കാര്യം അമ്മ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറയാതിരുന്നേ? എടി എന്നോട് പോലും പറഞ്ഞിട്ടില്ല. ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇതേ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചു പറയുന്നേ ഞാൻ ഇങ്ങോട്ട് പോകുന്നെന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പം സുനന്ദി ചോദിച്ചു, അല്ല അപ്പം അമ്മയോട് പോലും പറയാതെയാണോ അച്ഛൻ വരുന്നത്? അതേന്നേ, എനിക്ക് പോലും നേരത്തെ അറിയത്തുണ്ടായിരുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു കാറിൻ്റെ ഹോണിൻ്റെ ശബ്ദം കിട്ടു. അച്ഛൻ വന്നാ തോന്നിയെന്ന് പറയാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നത്. അങ്ങനെ സുനന്ദയുടെ അച്ഛനും കൂടി കയറി വന്നു. കൂടെ ഗംഗാധരനും ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറി വന്ന് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും സുനന്ദയുടെ അമ്മ ഭയങ്കര കരച്ചിലാണ്. എത്ര നാളായി ഏട്ടനെ ഒന്ന് കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു. അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനി നീ ഇപ്പം എന്തിനാണ് കരയണേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ. അപ്പോഴേക്കും ഗംഗാധരൻ ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ലീവ് എടുത്തൊരു വരവ്? ഓ അതോ, അതെന്ത് ചെയ്യാനാ, ഇനി ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലോ. അപ്പോഴേക്കും സുനന്ദയുടെ അമ്മ ചോദിച്ചു, അതെന്താ? അതൊക്കെ കാര്യമുണ്ട്. പിന്നീട് സുനന്ദയോട് ചോദിച്ചു, നിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സെക്കൻഡ് ഇയർ കഴിഞ്ഞു, ഇനി ഇപ്പം തേർഡ് ഇയറിലേക്കാന്ന് പറഞ്ഞു. അല്ല അച്ഛൻ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിക്കൊണ്ട് വന്നില്ലേ? നേരത്തെ വാങ്ങി വെച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയതായിട്ട് ഈടെ ഒന്നും വാങ്ങിയിട്ടില്ല. അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ പെട്ടെന്നുള്ള വരവായിരുന്നല്ലോ, പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യം വന്നു. ആ സമയം ഗംഗാധരൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അത് പിന്നെ സുനന്ദയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാരാ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വരവ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വന്നേന്ന് പറയണം. അത് കേട്ടപ്പോൾ സുനന്ദ ഒന്ന് ഞെട്ടിപ്പോയി. എന്താ അച്ഛാ പറയണമെന്ന് ചോദിച്ചു. അല്ലാതെ പിന്നെ നിന്നെ എല്ലാ കാലത്തും ഞാനിങ്ങനെ നിർത്തുമെന്ന് വിചാരിച്ചോ? ഗംഗാധരനോട് പറഞ്ഞു, ഏട്ടാ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഇനിയിപ്പോൾ അത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എനിക്ക് ലീവ് കുറച്ച് ദിവസം ഉള്ളൂ. അതിനുള്ളിൽ തന്നെ സുനന്ദയുടെ കല്യാണം നടത്തണം. ഇനിയിപ്പം നോക്കാനൊന്നുമില്ല. ചെറുക്കന് നല്ല ചെക്കനാണ്, എനിക്കറിയാവുന്ന ചെക്കനാ. സുനന്ദയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു ആലോചന വരാൻ വേണ്ടി അവരും കാത്തിരിക്കുമായിരുന്നു. സുനന്ദയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അവരും ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. പക്ഷെ സുനന്ദയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്ത് ചെയ്യണമെന്നറിയില്ല. സുനന്ദയുടെ മനസ്സിലുണ്ടായിരുന്ന സുഭാഷ് ആണല്ലോ. സുഭാഷിനെ വിട്ടിട്ടൊരു ജീവിതമില്ലെന്നും പറഞ്ഞ് സുനന്ദ ഇരിക്കുന്നത്. ആ സമയത്താണ് അച്ഛൻ ആലോചനയായിട്ടൊക്കെ വരുന്നത്.
വല്ലാതെ വിഷമിച്ചു പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.